അവിടെ മോക്ഷ സാധനങ്ങളെ ഉപദേശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ ബന്ധനം സ്വാഭാവികമാണ്. അപ്പൊ ഈ മോക്ഷ സാധനങ്ങളെ ഉപദേശിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാ? ജീവാത്മാവ് ഈ ശരീരത്തിൽ സ്വഭാവം കൊണ്ട് ബന്ധിതനല്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതൊരു നിമിത്തം ഇവിടെയുണ്ട്. ജീവാത്മാവിന്റെ ശരീരാവസ്ഥിതിക്ക് ഏതോ ഒരു നിമിത്തമുണ്ട്, ഒരു കാരണമുണ്ട്, ഒരു ഹേതുവുണ്ട്. ആ ഹേതു നിത്യമായിരുന്നെങ്കിൽ ആചാര്യന്മാർ മോക്ഷസാധനങ്ങളെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷത്തിന്റെ ഉപായങ്ങളെ വർണ്ണിക്കുമായിരുന്നില്ല. പക്ഷെ മോക്ഷത്തിന്റെ ഉപായങ്ങളെ ആചാര്യന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവാത്മാവിന്റെ ശരീരത്തിലുള്ള ബന്ധനം എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. സ്വാഭാവികമായിരുന്നെങ്കിലോ ഉപദിഷ്ടേ അപി അനുപദേശ, അത് മാറ്റാൻ കഴിയാത്തതായതുകൊണ്ട്, ബന്ധനം എന്ന് പറയുന്നത് ഇളക്കമില്ലാത്തതായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിധി ഉണ്ടാവാൻ വഴിയില്ല. ഇനി വിധി ഉണ്ടെന്ന് വന്നാലോ ആ വിധിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതുള്ളതും കണക്ക്, ഇല്ലാത്തതും കണക്ക് എന്ന് വരും. എന്തുകൊണ്ട്? അടുത്ത സൂത്രം സ്വഭാവസ്യ അനപായിത്വാത് അനനുഷ്ഠാന ലക്ഷണം അപ്രാമാണ്യം. സ്വഭാവഹാതു അനപായി വിദ്യതേ. സ്വഭാവം എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു തരത്തിലും മാറ്റാൻ കഴിയില്ല. മാറ്റാൻ കഴിയാത്തതിനെയാണ് സ്വഭാവം. സ്വഭാവം എന്താ? സ്വന്തം ഭാവം, സ്വന്തം പ്രത്യേകത. താൻ എത്ര കാലമുണ്ടോ ആ പ്രത്യേകതയും അത്രയും കാലം തന്നോട് കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്നതായിട്ടുള്ള ഒന്നാണ് സ്വാഭാവികം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സ്വാഭാവികം എന്ന് പറയുന്നത്. അപ്പൊ സ്വഭാവസ്യ, അങ്ങനെയുള്ളതായ സ്വാഭാവികേന ഉള്ളത്, അനപായിത്വാ, അതാർക്കും അവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിയാത്ത ആയതുകൊണ്ട്, അനനുഷ്ഠാന ലക്ഷണം, അതിനെ തുടച്ചു നീക്കാൻ പറഞ്ഞുകൊണ്ടുള്ളതായ എല്ലാ ഉപദേശങ്ങളും അനനുഷ്ഠാന ലക്ഷണങ്ങളാണ്. ഒരിക്കലും അനുഷ്ഠിക്കാൻ കഴിയാത്ത സ്വഭാവത്തോടു കൂടിയതാണ്. അപ്രാമാണ്യം, അതിനെ ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും പ്രമാണമായിട്ട് കാണില്ല. എന്താ ഈ രണ്ട് സൂത്രങ്ങളുടെയും കൺക്ലൂഷൻ എന്താ? ജീവാത്മാവ് ഈ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായ കാര്യത്താലാണോ നൈമിത്തികമായ കാര്യത്താലാണോ? ഒന്നാമത്തെ ചോദ്യം. സ്വാഭാവികമാണെങ്കിലോ മോക്ഷസാധനോപദേശവിധി, മോക്ഷസാധനങ്ങളെ ആചരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു വിധാനം ഉണ്ടാവില്ല. കാരണം അതിനെ മാറ്റാൻ കഴിയില്ലല്ലോ, പിന്നെ ഇതിനെ ആചരിക്കുന്നത്. ഉപദിഷ്ടി അഭി, ഇനി ഏതെങ്കിലും ഒരു പൊട്ടൻ മോക്ഷം സാധ്യമല്ലെങ്കിലും എന്തെങ്കിലും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഈ മോക്ഷ സാധനങ്ങളെ പറഞ്ഞു കൊടുത്താലോ അത് അനനുഷ്ഠാന ലക്ഷണമല്ല. അതെന്തായിരിക്കും? അത് അപ്രാമാണ്യമായിരിക്കും.
ഉപദിഷ്ടേ അപി അനുപദേശ, അതിനെ ഉപദേശിച്ചാൽ എന്ത്, ഉപദേശിച്ചില്ലെങ്കിൽ എന്ത് എന്നുള്ള നിലയിലേക്ക് അത് വന്നെത്തിച്ചേരും. അത് വലിയ കഥയൊന്നുമില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? സ്വഭാവസ്യ അനപായിത്വാ, സ്വഭാവം എന്ന് പറയുന്നത് അനപായിയാണ്, അതിനൊരിക്കലും അപായമുണ്ടാവില്ല, അത് നമ്മളെ വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഉപദേശം കൊടുത്താലോ അനനുഷ്ഠാന ലക്ഷണം, അതൊരിക്കലും ആർക്കും അനുഷ്ഠിക്കാൻ കഴിയാത്തത് കൊണ്ട് അപ്രാമാണ്യം, അങ്ങനെ ഒരു ഉപദേശം അപ്രമാണമാവാനേ പ്രമാണമായിരിക്കാൻ ഒരു രീതിയിലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്താ, നിഗമനം എന്താ? ജീവാത്മാവ് നൈമിത്തികമായ കാരണത്താലാണ് ബന്ധനസ്ഥനായിരിക്കുന്നത്. ആ നിമിത്തത്തെ നമ്മൾ അതിന്റെ വിപരീതം കൊണ്ട്, എപ്പോഴാണോ ഇല്ലാതാക്കുന്നത് അപ്പോൾ ഈ ബന്ധനവും ഇല്ലാതാവും. ഇതാണ് നമ്മുടെ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോ പൂർവപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യൻ തന്നെ ഒരു ചോദ്യം നമുക്ക് നേരെ എറിഞ്ഞുവിടുക. ആചാര്യൻ തന്നെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്ത്, ആരാ പറഞ്ഞ സ്വാഭാവികമായ കാര്യങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല? സ്വാഭാവികമായ കാര്യങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റും. കാരണം ഈ കൊണ്ടുവന്ന വാദത്തെ ഒരു യുക്തി കൊണ്ട് എതിർക്കാൻ ശ്രമിക്കുക. എങ്ങനെയത്? അപ്പൊ അതിന് രണ്ട് ഉദാഹരണങ്ങളാണ് പൂർവപക്ഷ ദൃഷ്ടിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ശുക്ലപടവത്, രണ്ട് ബീജവത്. ശുക്ലപടത്തെ പോലെയും ബീജത്തെ പോലെയും. ഈ ശുക്ലം ബീജം എന്നൊക്കെ പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ, അത് ബയോളജിക്കലി പറഞ്ഞതല്ല. ശുക്ലപടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളവസ്ത്രം. ബീജം എന്ന് പറഞ്ഞെങ്കിൽ വിത്ത്. ശുക്ലപടം വെള്ളവസ്ത്രം, ബീജം വിത്ത്. വെള്ളവസ്ത്രത്തെ പോലെ അതല്ലെങ്കിൽ ബീജത്തെ പോലെ കണക്കാക്കി കൂടെ ഈ ബന്ധനത്തെ? എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു വെളുത്ത വസ്ത്രം എടുത്ത് അതിനെ നന്നായിട്ട് വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു തൊട്ടിയില് അല്പം മഞ്ഞ നിറം കലർത്തി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട ശേഷം ഈ വെള്ളവസ്ത്രം ആ മഞ്ഞ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ച് കുറെ നേരം മുക്കി വെച്ച ശേഷം ഈ മഞ്ഞ വസ്ത്രം നമ്മൾ ഉയർത്തി അവിടെ വെളുപ്പല്ല നമുക്ക് കാണാൻ കഴിയുന്നത്, മഞ്ഞയാണ് കാണാൻ കഴിയുന്നത്. വെളുപ്പ് കാണില്ല, അവിടെ മഞ്ഞയായിരിക്കും കാണുക. അപ്പൊ അതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടേ? ചോദ്യം ചോദിക്കാൻ നമുക്ക്. വസ്ത്രം ഈ മഞ്ഞ നിറം മുക്കുന്നതിന് മുമ്പ് ഏതായിരുന്നു നിറം? വെളുപ്പായിരുന്നു. അപ്പൊ വസ്ത്രത്തിന്റെ സ്വാഭാവികമായ നിറം ഏതായിരുന്നു? വെളുപ്പ്. ഈ മഞ്ഞ നിറത്തിൽ മുക്കിയപ്പോ ആ സ്വാഭാവികമായ വെള്ള നിറം കാണണില്ല. അല്ലെ? അതിന്റെ തനതായ നിറമല്ലായിരുന്നു വെള്ള.
അതിപ്പോ മഞ്ഞയായി മാറി. വെള്ളം എവിടെ പോയി? സ്വാഭാവികമായ തണുത്ത രൂപമായ വെള്ളം ഇല്ലാണ്ടായി. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ളതൊന്നും ഇല്ലാണ്ടാവില്ല എന്ന്. സ്വഭാവസ്യ അനപായിത്വാദ് എന്ന് പറഞ്ഞില്ലേ? സ്വഭാവം അനപായിയാണ്, ഒരിക്കലും അതിന് അപായം ഉണ്ടാവില്ല, ഒരിക്കലും അത് വിട്ടുപോവില്ല എന്ന് പറഞ്ഞല്ലോ. അടുത്തത് പൂർവപക്ഷം എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഉദാഹരണത്തിലൂടെ? സ്വാഭാവികമായിട്ടുള്ളത് പൊയ്പോവില്ല, നഷ്ടപ്പെടില്ല എന്ന് ആരാ പറഞ്ഞത്? സ്വാഭാവികമായ വസ്ത്രത്തിന്റെ വെള്ളവസ്ത്രം മഞ്ഞ മുക്കിയപ്പോൾ പൊലിഞ്ഞുപോയി. അതുമാതിരി ബന്ധനവും പൊലിഞ്ഞു പോവും. സ്വാഭാവികമായിക്കൊള്ളട്ടെ, അതിലൊരു വിരോധവും കാണേണ്ട ആവശ്യമില്ല. ഇതാണ് പൂർവപക്ഷം പറയുന്നത്. അടുത്ത ഉദാഹരണം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ തഥ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഉദാഹരണമാണ് ബീജവത്. ബീജത്തെ പോലെ, ഒരു വിത്ത് എന്ന പോലെ. വിത്ത് എന്ന് പറയുമ്പോൾ നമ്മള് പറങ്കിയണ്ടിയോ ഒരു മാങ്ങയണ്ടിയോ എടുക്കാം. നമ്മുടെ നാട്ടില് ആദ്യം ഇത് രണ്ടും സുലഭമായിരുന്നു. ഇപ്പൊ പറങ്കിയണ്ടിക്ക് ദൗർലഭ്യം ഉണ്ടായി തുടങ്ങി. കശുമാവൊക്കെ വെട്ടിക്കളഞ്ഞു. പക്ഷെ മാവുണ്ട്, മാങ്ങയുണ്ട്. അതുകൊണ്ട് ഈ മാവിന്റെ മാങ്ങേണ്ടി അതിനൊരു വിത്തായിട്ട് കാണാം. അപ്പൊ മാങ്ങ എല്ലാം പൂളിയെടുത്ത ശേഷം ശേഷിക്കുന്നതായിട്ടുള്ള കനമുള്ള വസ്തുവാണ് ഉറച്ച തകിടിയോട് കൂടിയിട്ടുള്ളതായ ആ വിത്ത്. അണ്ടി എന്ന് നമ്മൾ പറയും, മാങ്ങയണ്ടി. ആ വിത്തിന് സ്വാഭാവികമായ ഒരു രൂപമുണ്ട്, സ്വാഭാവികമായ ആകൃതി അതിനുണ്ടല്ലേ. അതിന്റെ സ്വഭാവമായിട്ട് ഒരു ഭാരമുണ്ട്. നമ്മൾ അതിനൊന്ന് വെയിലത്ത് വെച്ച് ആ മാങ്ങയുടെ കാമ്പിന്റെ നിറം മഞ്ഞയായിരുന്നു. അപ്പൊ നമ്മൾ പൂളിയെടുത്ത് ബാക്കി വന്ന സമയത്ത് ഈ മാങ്ങയണ്ടി മഞ്ഞ നിറത്തിലാണ് കണ്ടുവന്നത്. വെയിലത്തിട്ടപ്പോ അതിന്റെ മഞ്ഞ നിറം പോയിട്ട് അത് വെള്ള നിറമായി മാറി. അപ്പൊ അതിന്റെ ബൈ ബർത്ത് അതിന്റെ സ്വാഭാവിക നിറം എന്തായിരുന്നു? മഞ്ഞ. അതിപ്പോ വെയിലേറ്റ് വെള്ളയിൽ. അത് വസ്ത്രത്തിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ നിറം മാറി. ഇനി ഈ മാങ്ങേണ്ടിയുടെ മറ്റൊരു സവിശേഷത, അത് വിത്താണ് അല്ലെ. ഒരു മാവിന് ജന്മം നൽകാനുള്ള ശക്തി അതിന്റെ ഉള്ളിലുണ്ട്, ഈ വിത്തിന്റെ ഉള്ളിൽ. അങ്ങനെ ഈ വിത്ത് നമ്മൾ കുഴിച്ചിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ വിത്തിൽ നിന്ന് മുള പൊട്ടി. മുള പൊട്ടി ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ കാണാം എന്റെ വത്തയ്ക്ക മുഴുവൻ ചുരണ്ടി തിന്നിട്ട് അതിന്റെ തോല് പുറത്തേക്ക് കൊണ്ടിരുന്ന പോലെ ഈ മാങ്കണ്ടിയുടെ അകത്തെ സാധനങ്ങളൊക്കെ കാണാനില്ല. അതിന് പകരം എന്തുണ്ട്? അതിന്റെ മുളച്ചു വന്നതായിട്ടുള്ള സ്റ്റെമ്മില് അതിന്റെ ആവരണം മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പൊ ബീജത്തിന്റെ സ്വാഭാവികമായ രൂപത്തിന് എന്ത് സംഭവിച്ചു? അത് മാറി. അവിടെ മാവിന്റെ രൂപം വന്നു. അതാണ് ശുക്ലപടവത് ബീജവത് ചെയ്ത്. അങ്ങനെയും ധരിച്ചാലോ? എങ്ങനെയാണോ വസ്ത്രത്തിന്റെ വെള്ള നിറം നിറമുക്കുമ്പോൾ മാറുന്നത്, സ്വാഭാവികമായിരുന്നത് മാറുന്നത്, ബീജത്തിന്റെ സ്വാഭാവികമായ ബീജ സ്വഭാവം അത് പിന്നീട് ഇല്ലാണ്ടാവുന്നത്
അതുപോലെ ബന്ധനം സ്വാഭാവികമായിക്കൊള്ളട്ടെ, അതിനകത്ത് എന്താ കുഴപ്പം? ഈ തുണിയുടെ നിറത്തിന് മാറാമെങ്കിൽ, ഈ മാങ്ങേണ്ടിയുടെ ആകൃതിക്ക് മാറാമെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ബന്ധനത്തിന് മാറിക്കൂടെ? അങ്ങനെ ഒരു മറു ചോദ്യം ആചാര്യൻ താൻ തന്നെ സമർത്ഥിച്ചു കൊണ്ടുവന്ന പക്ഷത്തിൽ ഒരു ചോദ്യം ഉയർത്തിയിരിക്കുക. എന്തിനാ? നമ്മുടെ ബുദ്ധിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷം. എല്ലാം നമ്മളിങ്ങനെ കേട്ടവതി കേൾക്കാത്ത വാതി വിഴുങ്ങാതെ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേട്ട ശേഷം അതിൽ പക്ഷപ്രതിപക്ഷങ്ങളെ അല്ലെ പക്ഷം ഉയർത്തിക്കൊണ്ട് നമ്മളതിൽ നിന്ന് ചോദ്യം ചെയ്യാൻ ശീലിക്കണം. तो मेरे को बोलना चाहिए ना, मेरे की चाला വേണ്ടി വീണ പോവാണ്. നോ സ്ട്രെങ്ത്. ഞാൻ അതിനകത്ത് അന്നേരം 1 മണിക്കൂർ കഴിക്കാൻ പറഞ്ഞു. ഇപ്പോഴേ അരച്ചു വെച്ചിട്ടുണ്ട്. ചോദ്യം വന്നു. ചോദ്യം ആരോ അറിയാതെ അൺമ്യൂട്ടായി പോയതായിരുന്നു. ഞാൻ മ്യൂട്ട് ചെയ്തു. അപ്പൊ ആചാര്യൻ അതിന് ഉത്തരം പറയാണ്, ശക്ത്യുദ്ഭവാനുദ്ഭവാഭ്യാം നാശക്യോപദേശഃ. ഇവിടെ ഞാൻ പറഞ്ഞതായ സ്വാഭാവികമായ കാരണം ഇല്ലാണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ എത്ര ഉദാഹരണം കൊണ്ടുവന്നാലും അതിനൊരു മാറ്റമൊന്നുമില്ല, അത് മാറാൻ പോകുന്നില്ല. സ്വാഭാവികമാണോ? അത് മാറാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞ ഈ 2 ഉദാഹരണങ്ങളുണ്ടല്ലോ, ശുക്ലപടവത് ബീജവത് എന്നുള്ളത്, ആ ഉദാഹരണവും നിങ്ങൾ പറഞ്ഞതിനെ അല്ല സാധൂകരിക്കുക, ഞാൻ പറഞ്ഞതിനെയാണ് സാധൂകരിക്കുക. വെള്ള വസ്ത്രത്തിന്റെ ശക്തി എന്താ? വെള്ള നിറമല്ല സ്വാഭാവികം എന്ന് പറയുന്നത്. ഏതു നിറത്തെയാണോ തുണി ധരിക്കുന്നത് അതാണ് അതിന്റെ നിറം. അപ്പൊ ഈ വെള്ള എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ധവളം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ശുക്ലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഏതു രീതിയിൽ വേണമെങ്കിലും മാറ്റത്തെ സ്വീകരിക്കാനുള്ള അതിന്റെ കഴിവിനെയാണ് ശുക്ലത്വം എന്ന് പറയുന്നത്. ഏതു രീതിയിൽ വേണമെങ്കിലും നമ്മൾ അഭിലഷിക്കുന്ന രീതിയിൽ അതിന് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിന്റെ പേരാണ് ശുക്ലത്വം. അപ്പൊ ആ വസ്ത്രത്തിന്റെ ശുക്ലത്വം, ആ വസ്ത്രത്തിന്റെ ശുക്ലനിറം എന്ന് പറഞ്ഞാൽ ഏതു നിറത്തെയും അത് അപ്പാടെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നാണ് അതിന്റെ അർത്ഥം. മഞ്ഞ വസ്ത്രത്തിന് ആ കഴിവില്ല. മഞ്ഞ വസ്ത്രത്തിന് ഏതു കളറിനെയും റിഫ്ലക്ട് ചെയ്യാൻ കഴിയില്ല. ഏതു നിറത്തെയും റിഫ്ലക്ട് ചെയ്യാനുള്ളതായ കഴിവ് അത് ആർക്കേ ഉള്ളൂ? വെളുത്ത വസ്ത്രത്തിന് മാത്രമേ ഉള്ളൂ. വെളുപ്പിലേക്ക് നമ്മൾ മഞ്ഞ ചേർത്താൽ അത് മഞ്ഞച്ചു കാണും, വെളുപ്പിലേക്ക് നമ്മൾ ചുമപ്പ് വിടർത്തിയാൽ അത് ചുവന്നിരിക്കും. അങ്ങനെ ഏതു നിറത്തെയും സ്വീകരിക്കാനുള്ള സ്വാഭാവിക ശക്തിയുടെ പേരാണ് ശുക്ലത്വം. ആ വസ്ത്രത്തിന്റെ ശുക്ലത്വം സ്വാഭാവികമായി അതിലുള്ളത് കൊണ്ടാണ് അത് മഞ്ഞയെ അതേപടി ചുമക്കുന്നത്, മഞ്ഞയെ അതേപടി റിഫ്ലക്ട് ചെയ്യുന്നത്.
റിഫ്ലക്ട് ചെയ്യിക്കുന്നത്. അപ്പൊ അതിന്റെ സ്വാഭാവികത എന്ന് പറയുന്നത് നിറം മുക്കുന്നതിന് മുമ്പ് അതിന്റെ സാമർഥ്യം ഒളിഞ്ഞിരിക്കുകയായിരുന്നു. ശക്തി അത് അനുദ്ഭവ രൂപത്തിൽ ഇരിക്കുകയായിരുന്നു, ഉദ്ഭൂതമായിരുന്നില്ല. നിറത്തിൽ മുക്കിയെടുത്തപ്പോഴാണ് അതിന്റെ ശക്തി പ്രകടമായത്, അത് മഞ്ഞയായി കാണപ്പെട്ടത്. അപ്പൊ വെള്ള എന്ന് പറഞ്ഞാൽ ഏതു നിറത്തെയും സ്വീകരിക്കാനുള്ള ശക്തിയെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതെന്നർത്ഥം. മുക്കിയെടുത്തപ്പോഴോ ആ ശക്തി നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ പ്രകടമായി എന്നർത്ഥം. ബീജം എന്ന് പറഞ്ഞാലോ അതേ ജാതിയിൽപ്പെട്ട മരത്തിനെ ഉരുവാക്കാനുള്ള ശക്തിയോട് കൂടിയത് എന്നാണ് ബീജത്തിനർത്ഥം. ഓരോ ബീജത്തിനും ആകൃതി ഉണ്ടെങ്കിലും ബീജം എന്ന് പറയുന്നത് ആകൃതിയുടെ പേരല്ല, ശക്തിയുടെ പേരാണ്. അതാണ് അതിൽ സ്വാഭാവികമായിട്ടുള്ളത്. അത് ബീജരൂപത്തിൽ ഇരിക്കുമ്പോൾ അത് ആ ശക്തി അപ്രകടമായിട്ട് ഉള്ളിലിരിക്കുകയായിരുന്നു. സാഹചര്യം വന്നപ്പോഴോ അത് മരമായി വളർന്ന് അതിന്റെ ശക്തി എന്ത് ചെയ്തു? ഉദ്ഭവമായി, ശക്തി ഉദ്ഭവിച്ചു. അതേപോലെ ഈ ആത്മാവി വെള്ള വസ്ത്രം പോലെയാ, ആത്മാവി ബീജം പോലെയാ. എന്നുവെച്ചാലോ വെള്ള വസ്ത്രത്തിൽ നമ്മൾ ചുമപ്പ് മുക്കിയാൽ അത് ചുമപ്പാവും, വെള്ള വസ്ത്രത്തിൽ നമ്മൾ കറുപ്പ് മുക്കിയാൽ അത് കറുപ്പായിത്തീരും. ഈ ജീവാത്മാവും അങ്ങനെയാണ്. ഏതേത് നിമിത്തങ്ങളാണോ ജീവാത്മാവിന് വരുന്നത് അതനുസരിച്ച് ജീവാത്മാവ് ബദ്ധനാകും. ആ നിമിത്തം മാറിക്കഴിയുമ്പോഴോ മുക്തനാകും. നിമിത്തമുള്ളപ്പോൾ ബദ്ധനായി തുടരും. ആ നിമിത്തത്തെ നമ്മൾ മാറ്റുമ്പോൾ അത് മുക്തനായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഉദാഹരണം പറഞ്ഞത് കേമായിട്ടുണ്ട്. പക്ഷെ ആ ഉദാഹരണം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനെയാണോ സമർത്ഥിക്കാൻ നോക്കിയത് അതവിടെ നടപ്പിലാവില്ല. മറിച്ച് നിങ്ങൾ എന്താണോ സമർത്ഥിക്കാൻ നോക്കിയത് അത് എന്റെ പക്ഷത്തെയാണ് പുഷ്ടീകരിക്കുന്നത്. അപ്പൊ നമുക്ക് സൂത്രം ആദ്യം മുതൽ ഒന്നോട് ഉരുവിടാം. അഥാ ത്രിവിധ ദുഃഖാത്യന്ത നിവൃത്തിരത്യന്ത പുരുഷാർത്ഥ ദൃഷ്ടാത്തസിദ്ധിർ നിവൃത്തേരപ്യനിവൃത്തി ദർശനാത് പ്രാത്യാഹികാക്ഷുത് പ്രതീകാരവത് തത് പ്രതീകാര ചേഷ്ടനാത് പുരുഷാർത്ഥത്വം സർവാസംഭവാ സംഭവേപി സത്വാസംഭവാ ധേയഃ പ്രമാണകുശലൈഃ ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഃ അവിശേഷശ്ചോഭയോഃ ന സ്വഭാവതോ ബദ്ധസ്യ മോക്ഷസാധനോപദേശവിധിഃ സ്വഭാവസ്യ അനപായിത്വാദ് അനനുഷ്ഠാനലക്ഷണം അപ്രാമാണ്യം ശുക്ലപടവത് ബീജവത് ചേത് ന ശക്ത്യുദ്ഭവാനുദ്ഭവാഭ്യാം നാശക്യോപദേശ. അപ്പൊ ജീവാത്മാവിന്റെ ബന്ധനം സ്വാഭാവികമല്ല, നൈമിത്തികമാണ്. ആ നിമിത്തം ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതം ഇതേപോലെ നിലനിൽക്കുന്നതിന് പല നിമിത്തങ്ങളുണ്ട്. ആ നിമിത്തങ്ങളെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് ജീവിതം ഉണ്ടാവുക. അതിലൊരു നിമിത്തം ബന്ധനത്തിന്റെ നേരിട്ട കാരണവും ബാക്കിയെല്ലാം ആ കാരണത്തിന്റെ സപ്പോർട്ടീവ് എലമെന്റ്സുമാണ്. ഒരു കാരണം പ്രധാനപ്പെട്ടതാണ് ബന്ധനത്തിന്റെ. ബാക്കി എല്ലാ കാരണങ്ങളും പ്രധാന കാരണമുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം പ്രവർത്തിക്കുള്ളൂ. ഒരാൾ ചോദിച്ചു,
ഈ കോൺക്രീറ്റ് ഇത്രയും ഉറച്ചതാവാൻ കാരണം എന്താ? അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ വെള്ളം പാറ്റി കൊടുക്കുകയായിരുന്നു. വേറൊരാൾ പറഞ്ഞു ഞങ്ങൾ കൈരളി TMT ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വേറൊരാൾ പറഞ്ഞു ഞങ്ങൾ ക്വാറിയിൽ നിന്ന് നേരിട്ട് കല്ല് വാങ്ങിയിട്ട് ക്രഷറിലിട്ട് പൊടിച്ചിട്ടാണ് മെറ്റൽ ഉപയോഗിച്ചത്. വേറൊരാൾ പറഞ്ഞു എന്ത് അയ്യോ നമുക്ക് കണ്ട ഒരു ഭയങ്കരനായിട്ടൊരു മേസ്ത്രി നമുക്ക് കിട്ടി. എങ്ങനെ? 2 ചട്ടി സിമന്റ് ആണ്, കോൺക്രീറ്റ് ആണ്. അയാൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണത്? വീശി എറിയുന്നത്. ഒരു കമ്പി ഇട്ട് അയാൾ കുത്തി 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 എല്ലാ ഗ്യാപ്പും അടയ്ക്കും. അതുകൊണ്ടാണ് കോൺക്രീറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോ സിമന്റ് ഇരുന്ന് ചിരിക്കും. ഏത് സിമെന്റെങ്കിലും ആയിക്കോട്ടെ, ആ സിമന്റ് ഇരുന്ന് ചിരിക്കും. ഈ പൊട്ടന്മാര് മനസ്സിലാക്കണില്ല, ഞാൻ ഈ സിമന്റ് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ കമ്പി കമ്പിയായിട്ടിരിക്കും, മണല് മണലായിട്ടിരിക്കും, മെറ്റല് മെറ്റലായിട്ടിരിക്കും, വെള്ളം വെള്ളമായിട്ടിരിക്കും. അപ്പൊ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എന്താ? അതിൽ ചേർത്തിരിക്കുന്ന സിമന്റ്. ആ സിമന്റിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രധാന കാരണമായിട്ട് വെച്ചു നോക്കി. കമ്പി എവിടെ കാരണമാണ്? വെള്ളം കാരണമാണ്, നല്ല മണല് കാരണമാണ്, നല്ല മെറ്റല് കാരണമാണ്, മേസ്ത്രിയുടെ പണി കാരണമാണ്. ഇതൊക്കെ എപ്പോഴാ? ആ സിമന്റിന്റെ പ്രവർത്തനത്തോടുകൂടി ചേരുമ്പോൾ മാത്രമേ. അല്ലെങ്കിൽ ഇതൊക്കെ പൂജ്യങ്ങളാണ്, ബാക്കിയെല്ലാം പൂജ്യങ്ങളാണ്. അതുകൊണ്ട് ബന്ധനത്തിന്റെ കാരണങ്ങളായേക്കാവുന്ന അസംഖ്യം നിമിത്തങ്ങളുണ്ട്. ഈ ഉപനിഷത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. കാല സ്വഭാവോ നിയതിർയദൃച്ഛ ജീവാനി യോനിഹി. കാലസ്വഭാവോ നിയതിർയദൃച്ഛ ജീവാനി യോനിഹി പുരുഷ ഇതി ചിന്ത്യഃ. സംയോഗ ഏതേഷാം നാത്മഭാവാത് ആത്മാപ്യനീശഃ സുഖദുഃഖ ഹേതോഹോ. അവിടെ കാലം, സ്വഭാവം, നിയതി, എതിർച്ച, അങ്ങനെ അനേകം കാരണങ്ങളെ സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി അവിടെ താരതമ്യം ചെയ്ത് വിശകലനം ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനെയും പരിത്യജിച്ച് തള്ളിക്കളഞ്ഞു. അതേപോലെ സാഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ പ്രാക്ടിക്കൽ വേദാന്ത. വേദാന്തത്തിന്റെ പ്രാക്ടീസാണ് സാഖ്യം. വേദാന്തം ചർച്ചയാണ്. എങ്ങനെ? നിയമസഭാ സമ്മേളനം പോലെയാണ് വേദാന്തം. ഒരുപാട് പക്ഷങ്ങൾ വരും, അനുഭവസ്ഥന്മാരുടേതായിട്ടുള്ള വാക്കുകൾ വരും, ഇതിഹാസങ്ങൾ വരും, ഒക്കെ വരും നിയമസഭയിൽ. നിയമസഭയുടെ പേരെന്താ ശരിക്ക്? ചട്ടനിർമ്മാണ സഭ. അല്ലെ, സമൂഹത്തിന് ഹിതകരമായിട്ടുള്ള ചട്ടങ്ങളെ നിർണയിക്കുന്ന സഭയാണ്. അപ്പൊ ഈ ചട്ടനിർമ്മാണത്തോടനുബന്ധിച്ചാണ് ചർച്ചകളെല്ലാം ഉണ്ടായത്. ചർച്ചകളല്ലല്ലോ ചട്ടം. എന്നാൽ ചട്ടം രൂപീകരിക്കുന്നതിന് ചർച്ചകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നതായിട്ടുള്ള അധ്യാത്മവിജ്ഞാനത്തിൽ ഒരുപാട് കാര്യങ്ങളെ നിരൂപണം ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട്. എന്താ വിശകലനം? വിശേഷ രൂപത്തിൽ ശകലമായിട്ട് വേർതിരിച്ച് അതിനെ വിശേഷണം ചെയ്ത് വച്ചിരിക്കുക. പക്ഷെ അതുകൊണ്ടൊന്നും, ആ പഠനം കൊണ്ടോ ചർച്ച കൊണ്ടോ ഒന്നും നമ്മുടെ ഉള്ളിലെ അവിദ്യ ഇല്ലാണ്ടാവില്ല. അവിദ്യ ഇല്ലാണ്ടാവണമെങ്കിൽ
ആ വേദാന്തത്തിന്റെ പ്രാക്ടീസ് ആയിട്ടുള്ള സാഖ്യശാസ്ത്ര അവബോധം അത് നമുക്ക് കൂടിയേ തീരും. അപ്പൊ ആദ്യം തന്നെ ബന്ധനത്തിന്റെ കാരണമായേക്കാവുന്ന കാലം, ടൈം, ആ കാലത്തെ എടുക്കുക. ആ കാലത്തെ എടുത്തുകൊണ്ട് പറയാണ് എന്ത്? ന കാലയോഗതോ വ്യാപിനോ നിത്യസ്യ സർവസംഭവാത്. ന കാലയോഗതഃ ജീവാത്മാ ബദ്ധഃ ഭവതി. കാലമല്ല, കാലയോഗമല്ല, കാലത്തിന്റെ ചേർച്ചയല്ല, കാലം ചേർന്നതുകൊണ്ടല്ല ജീവാത്മാവ് ബന്ധനസ്ഥനായത്. കാലം ഒരു നിമിത്തമാണ്. അതെപ്പോഴാ? ജീവാത്മാവിന്റെ ബന്ധനത്തിന് ഇനിയും നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആ പ്രധാന കാരണം വരുമ്പോഴാണ് കാലം എന്ന് പറയുന്നതായിട്ടുള്ള കാരണം വരും. ജ്യോത്സ്യന്മാർ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? ജ്യോതിഷം പൊളിയാണെന്ന് പറയാനല്ല പോകുന്നത്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. അത് അതിന്റെ ഗണിത ഭാഗമായാലും അതിന്റെ ഭാഗമായാലും അതിൽ ശാസ്ത്രീയതയുണ്ട്. പക്ഷെ ഒന്നോർക്കുക, അതിന്റെ ശാസ്ത്രീയതയും ആ ശാസ്ത്രീയത കൊണ്ട് നമുക്കുള്ള പ്രയോജനവും പ്രധാനപ്പെട്ടതല്ല. പിന്നെയോ പ്രധാനപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ അത് അപ്രധാനമാണ്. അപ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിലയില്ല എന്നല്ല അർത്ഥം. പ്രധാനമായത് നിലനിൽക്കുമ്പോൾ, പ്രധാനമായത് ഒന്നാണെങ്കിൽ ആ ഒന്നിന്റെ വലതുവശത്ത് അപ്രധാനമായത് ഒരു 0 പോലെ കൂടിച്ചേരും, പത്താവും. പറഞ്ഞു മനസ്സിലായ? ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള നമ്മൾ കൈകാര്യം ചെയ്യുന്ന, ഉപയോഗിക്കുന്നതായിട്ടുള്ള ഈ ശാസ്ത്രം സത്യം തന്നെയാണ്. എങ്കിലും നമ്മുടെ ഭാഗധേയം നിർണയിക്കുന്നതായിട്ടുള്ള കാരണങ്ങളിൽ അത് പ്രധാനപ്പെട്ട കാരണമല്ല. എന്നാൽ പ്രധാനപ്പെട്ട കാരണം അതിന് നമ്മൾ നമ്പർ 1 എന്ന് സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ഈ അപ്രധാനമായിട്ടുള്ള ജ്യോതിഷം 0 അതെവിടെ വന്ന് നിൽക്കും? ഈ 1ന്റെ വലതുഭാഗത്ത് വന്ന് നിൽക്കും. 1 അവിടെ ഉള്ളത് കൊണ്ട് ആ ജ്യോതിഷത്തിന് വിലയാണ്, ആ 0ത്തിന് വിലയാണ്. അപ്പൊ നമ്മൾ എന്ത് വായിക്കും അതിനെ? 1 എഴുതും, 0 എഴുതുവാണെങ്കിൽ 10 എന്ന് വായിക്കും. അപ്പൊ 1 10ആയി. അപ്പൊ ജ്യോത്സ്യമാണ് ഏറ്റവും കേമം. അങ്ങനെ ധരിക്കരുത്. ആ 1 ഉള്ളത് കൊണ്ടാണ് ഈ 0ത്തിന് 10 എന്ന് പറയുന്ന സ്ഥാനം കിട്ടിയത്. അങ്ങനെ ഓരോന്നും. അപ്പൊ എന്ന കാലയോഗത ജീവാത്മാ ബദ്ധ, കാലം വന്ന് ജീവാത്മാവിനെ തടവിലാക്കിയില്ല. എന്നാൽ ജീവാത്മാവിനെ തടവിലാക്കിയ കൂട്ടത്തിൽ കാലവുമുണ്ട്. പക്ഷെ അത് പ്രധാനമല്ല. നമ്മളിവിടെ അന്വേഷിക്കുന്നത് ബന്ധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ആ 1 പറയുന്നതായ ഏറ്റവും ഇടതുവശത്ത് നിൽക്കുന്ന, ബാക്കി എല്ലാത്തിനും വില നൽകുന്നതായ ആ 1 അതാരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പൊ എന്ന കാലയോഗതോ വ്യാപിനോ നിത്യസ്യ സർവസംബദ്ധാ. കാലത്തെ എന്തുകൊണ്ടാണ് നമ്മൾ കാലം എന്ന് പറയുന്നതിനെ എന്തുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയാത്തത്, അംഗീകരിക്കാത്തത്? വ്യാപിനഹ, ഈ കാലം എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുക. അവിടെയും കാലമുണ്ട്, ഇവിടെയും കാലമുണ്ട്. എവിടെ സ്പേസ് ഉണ്ടോ അവിടെ കാലമുണ്ട്.
കാലമില്ലാത്തതായിട്ടുള്ള ഒരിടവും ഇല്ല. കാലം അത്രയ്ക്കും എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുക. പിന്നെയോ നിത്യം. ഈ കാലം എന്ന് പറയുന്നത് പരിണാമിയാണെങ്കിലും അത് പരിണമിക്കുന്നുണ്ടെങ്കിലും അത് നിത്യമാണ്. എന്നും ഉണ്ടാവും, എന്നും ഉണ്ടാവും. അപ്പൊ എന്നും ഉള്ളത്, എല്ലായിടത്തും ഉള്ളത്, അതാണ് ബന്ധനത്തിന് കാരണമെങ്കിൽ പിന്നെ ഏതെങ്കിലും ഉപായം കൊണ്ട് ബന്ധനത്തിൽ നിന്ന് നമുക്ക് ഉന്മുക്തരാവാൻ പറ്റുമോ? കാരണം എല്ലായ്പ്പോഴും ഉള്ളത്, എല്ലായിടത്തും ഉള്ളത്, അത് എല്ലാ വസ്തുക്കളുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കും, എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോഴോ മോക്ഷത്തെ ഉപദേശിച്ചാലും ആ മോക്ഷോപദേശം വഴിക്ക് നമുക്ക് മോക്ഷം കിട്ടിയില്ലെങ്കിൽ മോക്ഷോപദേശത്തിന് എന്ത് വില? അതുകൊണ്ട് കാലത്തെ നമ്മളിവിടെ എന്ത് ചെയ്തു? കാലമാണോ എന്ന് നമ്മളിന്ന് ചിന്തിച്ചു. കാലമല്ല എന്ന് ആ ചിന്തയുടെ ഫലമായിട്ട് നമ്മൾ തീരുമാനിച്ചു. ആ തീരുമാനം അറിയിക്കുകയാണ്. കാലമല്ല ജീവാത്മാവിന്റെ ബന്ധനത്തിന് കാരണം. കാലം എന്നുള്ളത് വ്യാപിച്ചു നിൽക്കുന്നതും നിത്യവുമാണ്. അതിനെല്ലാ വസ്തുക്കളോടും എല്ലായ്പ്പോഴും ബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കാലമാണ് ബന്ധനത്തിന് കാരണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലോ ഒരിക്കലും മോക്ഷം ഉണ്ടാവില്ല. കാരണം കാലത്തെ ഇല്ലാണ്ടാക്കിയിട്ട് വേണ്ടേ? കാലത്തെയും അതേപോലെ സാഹചര്യത്തെയും ഇല്ലാണ്ടാക്കണ്ടേ? അപ്പോ ബന്ധനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം, ആ പ്രധാനപ്പെട്ട കാരണം വരുമ്പോഴാണ് കാലവും ഒരു കാരണമായിട്ട് ബന്ധനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പൊ എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. അടുത്തതിലേക്ക് പോവാം. കാലമല്ലല്ലോ. അപ്പൊ നമുക്ക് ചോദിക്കാം ദേശം. കാരണം നമ്മളൊരു കർമ്മകാണ്ഡം ചെയ്യുമ്പോൾ കാലവും ദേശവും ഉച്ചരിക്കാറുണ്ട്. എങ്ങനെ കാലം? ഓം തത്സശ്രീ ബ്രഹ്മണോ ദ്വിതീയേ പ്രഹരാർദ്ധേ ശ്വേതവരാഹകൽപേ വൈവസ്വതമന്വന്തരേ അഷ്ടാവിംശതിതമേ എന്ന് പറഞ്ഞിട്ട് കാലം ഇങ്ങനെ ഡൗണാക്കി ചുരുക്കി കൊണ്ടുവരിക. കാലത്തിന്റെ സ്മോൾ യൂണിറ്റിലേക്ക് നമ്മൾ വരിക, ചുരുക്കി. അത് കഴിഞ്ഞിട്ടോ ദേശം. ജംബോദ്വീപേ ഭരതഖണ്ഡേ ഭാരതദേശേ മേരോർ ദക്ഷിണേ പാർശ്വേ വിദ്യമാനെ മലയാള രാജ്യേ കേരളാഖ്യേ പരശുരാമക്ഷേത്രേ വയനാട് ജനപദേ വിദ്യമാനെ മാനന്തവാടി നഗരേ തത്ര സ്ഥിതേ ആശ്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ദേശത്തെ പറയാം. എന്താ? അപ്പൊ എന്തിനാ നമ്മൾ ഈ കർമ്മം ചെയ്യണത്? മോചനത്തിന് വേണ്ടിയിട്ട്. കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മോക്ഷത്തിന് വേണ്ടിയിട്ട്. ഈ ശാസ്ത്രം ഭയങ്കര എതിർപ്പാട്ടോ ഈ കാലത്തോടും ദേശത്തോടും പുലർത്തുന്നത്. കാലത്തോടും ദേശത്തോടും ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണം എന്താ? കാരണം ഈ കാലവും ദേശവും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മവും ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. എന്നിട്ടോ ഈ കർമ്മത്തിന്റെ പ്രയോജനം പറയുന്ന ഒരു ഭാഗമുണ്ട്. അസ്മാകം സർവേഷാം സകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ സൗഖ്യസമ്പദാനാം ആഭിവൃദ്ധി നിമിത്തം തദ്വാര ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ ഫല പുരുഷാർത്ഥ സിദ്ധയേ. എന്തൊക്കെയാ പറഞ്ഞത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ളതായ ചതുർവിധങ്ങളായ പുരുഷാർത്ഥത്തിന്റെ സിദ്ധിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു. ശങ്കരാചാര്യസ്വാമി തൊട്ട് എത്രയോ ആളുകളാണ് പറഞ്ഞിട്ടുള്ളത് കർമ്മം മോക്ഷത്തിന് കാരണമല്ല. കർമ്മം മോക്ഷത്തിന് കാരണമല്ല. അതുകൊണ്ട് കർമ്മത്തിന്റെ ഘടകങ്ങളായിട്ടുള്ള കാലവും മോക്ഷത്തിന് കാരണമല്ല, ദേശവും മോക്ഷത്തിന് കാരണമല്ല. എന്നാൽ കർമ്മത്തിന് ഇവ രണ്ടുമായിട്ടും ബന്ധമുണ്ട്. ഇവ രണ്ടുമില്ലെങ്കിൽ കർമ്മമില്ല.
അപ്പൊ ആദ്യം നമ്മൾ കാലത്തെ പരീക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ ദേശത്തെ, സ്പേസിനെ, കാലവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സ്പേസ്. അതിന് ദേശം എന്നാണ് ദർശനത്തിലെ ഭാഷ. അപ്പൊ നമ്മുടെ ദേശമാണോ ബന്ധനത്തിന് കാരണം? ദേശം ഏതാ? ആകാശദേശം, സ്പേസ്. സ്പേസ് ആണോ ബന്ധനത്തിന് കാരണം? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? നമ്മള് ഈ ശരീരത്തിന്റെ അകത്ത് നമ്മൾ ഈ ആത്മാവിനെ സ്ഥിതി ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട്, ഹൃദയം. അപ്പൊ ആത്മാവ് പറയാണ്, എനിക്കിവിടെ സ്പേസ് കിട്ടി, അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ താമസിക്കണേ. ഇവിടെ പിള്ളേര് പറയാറില്ലേ, ഉത്സവത്തിന് ചെന്ന് കഴിയുമ്പോ അവര് മര്യാദയ്ക്ക് പൊക്കത്തിലിരുന്നുകൊണ്ട് ഉത്സവം കാണാൻ പറ്റിയ ഒരു സ്പേസ് തപ്പി നടക്കും. സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ ദേ ഞാൻ ഇവിടെ ഉണ്ടോ, പോകുമ്പോ എന്നെ വിളിക്കണേ. അങ്ങനെ ഈ ആത്മാവ് സ്പേസ് കണ്ടെത്തി, ഇനി ഞാൻ ഇറങ്ങിപ്പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കയറിയതാണോ? ആ സ്പേസ് ഉള്ളത് കൊണ്ടാണോ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്? അപ്പൊ പറഞ്ഞു, ന ദേശയോഗതഹാപി അസ്മാത് ന ദേശയോഗതോപ്യസ്മാത്. ദേശമാണോ ഈ ആത്മാവിനെ ബന്ധിക്കുന്നത് എന്ന് ചോദിച്ചാലോ, അത് കാലത്തെ നമ്മൾ തള്ളിക്കളഞ്ഞ പോലെ തന്നെ ഇവിടെ അതേ കാരണം കൊണ്ട് ദേശത്തെയും തള്ളിക്കളയുന്നു. കാരണം അനന്തമായിട്ട് വ്യാപിച്ചു നിൽക്കുന്നതാണ് സ്പേസ്. ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് എച്ചുരിക്കോട് പോകുന്ന സാധനത്തിന് എവിടെ പോയാലും അവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ സ്പേസ് ആണ് ബന്ധനത്തിന് കാരണമെങ്കിലോ? ഇപ്പൊ മോക്ഷം എന്ന് പറയുന്നത് സ്പേസ് ഇല്ലാത്ത ഇടമാണ്ടേ? സ്പേസ് ഇല്ലാത്ത ഇടം എന്തൊരു അല്ലെ, ആ പ്രയോഗം തന്നെ എത്ര അനർത്ഥമാണ് നോക്കി. ഇടത്തെയാണ് നമ്മൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് ഇല്ലാത്ത ഇടം. അപ്പൊ ഈ ആകാശദേശവും ജീവാത്മാവിന്റെ ബന്ധനത്തിന് കാരണമല്ല. നിത്യവും സർവസ്പർശിയുമായിട്ടുള്ള കാലവും ബന്ധനത്തിന് കാരണമല്ല. അങ്ങനെയാണെങ്കിലും അടുത്ത കാരണത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. ഇന്നിപ്പോ ദേശയോഗതോപ്യസ്മാത് എന്നുള്ള സൂത്രം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല. എത്ര സൂത്രമായി? 13. 13 സൂത്രം. അപ്പൊ ദേശയോഗതോപ്യസ്മാത് ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ശരി ശരി മാഷ്.